ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തുടങ്ങിയാലോ. ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് കൂടെ തന്നെ ഉലുവയും വലിയ ജീരകവും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വരണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ ആ ഒരു കളറൊന്ന് ചെറുതായൊന്ന് മാറുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ കളറൊക്കെ നല്ലപോലെ ഒന്ന് ചേഞ്ചായി നന്നായി വഴണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് ഞാനിവിടെ തക്കാളി പേസ്റ്റായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് ആ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ മസാല നന്നായി ഒന്ന് പിടിച്ച ശേഷം നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലയും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.